നല്ല പണി കിട്ടി മക്കളെ, നല്ല പണി കിട്ടി. ഞാനേ ഈ 2 അരവണ കുപ്പി ഞങ്ങൾ ഇന്നാൾ നാലമ്പലം പോയപ്പോ 3 മേടിച്ചിരുന്നു. അപ്പൊ ഒന്ന് ഞങ്ങൾ തിന്നു. അപ്പൊ 2 ഞാൻ അലമാരയിൽ കൊണ്ടുവച്ചതാ. ഇന്ന് 2 ദിവസമായി വെച്ചിട്ടില്ലേ. നോക്കിയപ്പോ ഒരു ഫുള്ള് കുപ്പി പൊട്ടി തെറിച്ച് ഇതൊക്കെ ആകെ അലമാര നിൽക്കുമ്പോളെ ഈ ഇതിന്റെ മുത്തൊക്കെ കേട്ടെടുക്കുന്നത് ഈ ഇതിന് വാതിൽമലൊക്കെ. അപ്പൊ ഇത് അലമാരയിൽ വെച്ച് പൊട്ടി തെറിക്കുന്ന സത്യം പറയാൻ അറിയില്ല കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളി. 2 ദിവസം വെച്ചിട്ടുള്ളൂ ഞങ്ങള്. 2 ദിവസം ഭയങ്കര ഏറ് പിടിക്കുന്നുണ്ട് ഇതില്. വേഗം പൊട്ടിച്ച് തിന്നോട്ടോ. പിന്നല്ലാതെ ഇങ്ങനെ സത്യം എടുക്കാൻ ഈ കുപ്പിയാണ് പൊട്ടിയത്. ഈ കുപ്പിയാണ് പൊട്ടിയത്. ഇതൊക്കെ ഇവിടെ ആയത് ഞങ്ങൾ അതിലുള്ള തോണ്ടി തിന്നായിരുന്നു. പല അടങ്ങി ഒക്കെ ആയിടോ ആകെ തെറിച്ച് ഇതൊക്കെ ഇത് ഇവിടെ ഫയലുമലൊക്കെ സാധനം ആകെ തെറിച്ചിന്. എന്റെ പരീക്ഷ പേപ്പറിലാക്കി പറഞ്ഞിട്ട് കാര്യണ്ട, ഞങ്ങള് ആക്കിയതല്ല. എല്ലാത്തിലും അതിന് മൊത്തം ആകെ അലമ്പായിന്. അച്ചോളെ എവിടെ ആയത്? സത്യം പറയണെങ്കിൽ അരവണ ടേസ്റ്റ് ഉണ്ട്. അതിൽ ഇതില് മുക്കാഭാഗം ഇപ്പൊ അവിടെ ഉണ്ട് സാധനം. ഇതിലൊന്നും കിട്ടിയില്ല. ഇത് എന്താ അറിയോ, ഇത് സംഭവത്തിൽ പൊട്ടാൻ കാരണുണ്ട്. ഇതിന്റെ സൈഡേ ചാവിയല്ലേ ഇതിന്റെ അലമ്പായിനല്ല. ആകെ നന്നാക്കി എന്നാ ക്ലീൻ ആക്കല്ലോ. അവിടെ കൊണ്ടുവച്ചാ ഞാൻ തുണി എടുത്തോണ്ടല്ലോ തുടക്കാന്. ഇത് പിടിക്ക്. അത് ഞാൻ പിടിക്കില്ല. അവിടെ കൊണ്ടേക്ക്, അവിടെ കൊണ്ടേക്ക്. എന്റെ പല്ലൊക്കെ ഒന്ന് അടിച്ചു പോകും മോനെ. അവളെ പല്ലൊക്കെ ഒന്ന് പീസാവും. മൊത്തം അലമ്പായി മക്കളെ. സ്റ്റിക്കറൊക്കെ ആകെ മൊത്തം നസി പുസിയായിന്. എന്താ ചെയ്യാം. അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചാ കുഴപ്പമില്ല. അൽമാരയിലൊന്നും കൊണ്ടുവെക്കണ്ട. അരവണ കൊണ്ടുവന്ന് വയ്ക്കാം. ഒന്നാമത്തെ പ്രശ്നം നമ്മള് സാധനം മാറ്റിപ്പോ എടുത്തു വെച്ചാണ് സംഭവം. ബാഗിന്ന് സാധനങ്ങൾ മാറ്റിയാല് വന്നപ്പോ അറിയില്ല. അതിലിപ്പോ പറഞ്ഞത് അറിയില്ല എന്നുള്ളത്. അമ്മേന്റെ ബുദ്ധിയാണ്. അവിടെയൊക്കെ വെച്ചാൽ അച്ഛമോളും ഇതൊക്കെ എടുത്ത് ഇതാക്കും. അത് ചേച്ചി അതിൽ കൊണ്ടുവച്ചതാണ്. തുണി നനച്ച് നല്ലോണം തുടക്കട്ടോ. അല്ല ഉറുമ്പ് വരും. ആദ്യം ഒരു റൗണ്ട് എടുത്തോ. ആ പേപ്പർ ഇങ്ങോട്ട് എടുത്തോ. മൊത്തം എടുത്തോ. എന്റെ പരീക്ഷ പേപ്പർ പോയ പോട്ടെ, ഞങ്ങൾ അരവണ പോയി. അതാണ് ഇപ്പൊ സങ്കടം. അവിടെ അടി തുടങ്ങിട്ടോ. അച്ചുമോള് പോയിട്ട് ബുക്ക് എടുക്കാൻ. കോമ്പസാ? പക്ഷെ ഞാൻ ഇതിന്റെ സൗണ്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു രാത്രിയില്. എപ്പോഴാ ഇനി ഇന്നലെ ആണോ എനിക്കൊരു സംശയം. ഇന്നലെ എന്തോ ഒരു ടപ്പേന്നൊരു ഒച്ച കേട്ടിട്ടുണ്ട് രാത്രിയിൽ എപ്പോഴോ. പക്ഷെ എന്താ സംഗതി എന്നറിയില്ല. ആകെ അലമ്പായി മൊത്തം സീൻ. അത് ബാഗ് എടുത്ത് വെച്ചാലേ പണി കിട്ടി. അലമാരക്ക് ഗ്യാസിന്റെ പാസ്ബുക്ക് എല്ലാ പണിയും കിട്ടി. അയ്യോ തുടച്ചിക്കണേ. അത് തുടച്ചാൽ മതി. ഉള്ളില് കൈ ഇടരുതിട്ടോ, പുറത്തായി കവർ തുടച്ചാൽ മതി. പഞ്ചാരല്ലേ പതുക്കെ തുടച്ചു. ഗ്യാസിന്റെ ബുക്കാത്. അടിപൊളി ഫോട്ടോ നോക്കിയാണേ. ഗ്ലാമർ ഒക്കെയാണേ. അത് കയ്യില് അത് കൈ തൊടല്ലേ. അത് എന്റെ കൈ വൃത്തിയാക്കിട്ട് തുടച്ച, അല്ലെങ്കിൽ ആകെ അലമ്പാവും. അത് മൊത്തം അലമ്പാവും. കൈ തുടച്ച അത് നല്ല തുണിയോട് തുടച്ചായി. ഞങ്ങള് ബീച്ചിൽ പോയപ്പോ അത് സത്യം ബീച്ചിൽ പോയി എടുത്ത അച്ഛാ എറ്റാണ് കാട്ടി കൊടുത്തോട്ടെ മോളെ. മോളെ ടിച്ച് ഞാൻ ശരിയാക്കും തന്നെ. എല്ലാം അതിന് കാട്ടി കൊടുക്കുള്ളൂ, എന്നിട്ട് അതിന് കൊടുക്കൂല. അപ്പൊ പിന്നെ കച്ചറ ഉണ്ടാക്കാലോ. മോളാണ് എങ്ങനെ വാശി പിടിപ്പിക്കുന്നത്. പുതിയ അലമാര കേട്ടോ. അപ്പൊ എല്ലാരും ദൈവത്തെ വിചാരിച്ച് എല്ലാരും ശ്രദ്ധിച്ചോളി. അരവണ അലമാരയിൽ ആരും കൊണ്ടൊക്കെട്ടോ. ഞാനും പറഞ്ഞ് അവിടെ വെച്ചാൽ തട്ടി അച്ഛനോൾക്ക് എന്തെങ്കിലും കണ്ട അപ്പൊ കിട്ടണം. അപ്പൊ എന്നോട് ഒളിപ്പിച്ച് വെച്ചതാണ്. അയ്യോ ഇതിന് കൂട്ടുകാരി
ആര് എൻ്റെ കൂട്ടുകാരിയോ ആ അടിപൊളിയായിരുന്നു ഫോട്ടോ ഓളെ കൂട്ടുകാരി എടുത്താൽ തന്നെ ആ വാ ഏതായാലും എല്ലാരും ശ്രദ്ധിച്ചാല് അരവണഞ്ഞ് ആൽമാര വെക്കണ്ട സ്പീഡിൽ വന്നാണ്ട് ആരും വെക്കണ്ട കേട്ടോ അല്ലേ അത് സാധനം കൊണ്ടുവെക്കില്ല സാധനം എടുത്ത് വെച്ചാല് കുടുങ്ങിയതാണ് ഇത് ബാഗ് ഇതിന്റെ മുകളിലുണ്ട് ഇതുണ്ടോ ബാഗ് ഇവിടെ ഉണ്ട് ആ ബാഗിൽ നിന്ന് സാധനങ്ങളൊക്കെ ഞങ്ങൾ വന്നപ്പോൾ പെട്ടെന്ന് എടുത്തു വെച്ചതാണ് അതില് കിട്ടിയ പണിയാണ് അപ്പൊ അതുകൊണ്ട് ഈശ്വരാ ഇത് നോക്കിയാ ഫുള്ള് ഇതാ കിടക്കണ് അത് രാത്രി വന്നപ്പോ ഞാൻ എല്ലാം വെച്ചപ്പോ ഏതായാലും എല്ലാരും ശ്രദ്ധിച്ചോ കാരണം എന്താ വെച്ചാൽ അരവണയൊന്നും ഇനി ആൽമാര കൊണ്ടേക്കണ്ട ഞങ്ങൾക്ക് ഏതായാലും പഠിച്ചു ഒന്ന് പൊട്ടിയ ഭാഗ്യം രണ്ടെണ്ണം പൊട്ടിയെങ്കിൽ മറ്റൊന്ന് ഏറ് പിടിച്ചിങ്ങനെ നിക്കട്ടോ പൊട്ടാൻ പാകത്തിന് ഞങ്ങള് വെറുതെ ജസ്റ്റ് പരമാരം തുറന്നാ പെട്ടെന്ന് ആ അതെ എന്തോ പൈസ ചില്ലറ പൈസ എന്തോ വെക്കാൻ വേണ്ടി ഏതായാലും എല്ലാവർക്കും ഇതൊരു അനുഭവമാണ് അതുകൊണ്ട് ഇനി എല്ലാവരും ശ്രദ്ധിക്കാം